MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടോ? MSME എന്ന് കേട്ടിട്ടുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം, തൃശ്ശൂർ അങ്ങോട്ട് ഓട്ടോയൊക്കെ ചോദിക്കുമ്പോൾ MSME എന്ന് ചോദിച്ചപ്പോഴും ആർക്കും അറിയില്ല. SISI എന്നൊക്കെ പറഞ്ഞാൽ SSI അല്ലെങ്കിൽ SISI എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ MSMEയെക്കുറിച്ച് ഇപ്പോഴും ഒരു അറിയാത്ത ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് വ്യവസായം ചെയ്യുന്നവർ തന്നെയുണ്ട്. നമ്മൾ ഇതുപോലുള്ള ചെറിയ ഇൻട്രാക്ഷൻസ്, ഇതുപോലുള്ള ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് വഴിയാണ് നമ്മുടെ പോളിസീസും നമ്മുടെ സ്കീമുകളെല്ലാം കൂടുതൽ ആൾക്കാർക്ക്, അതായത് ഇതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊരു അവസരം ഇവിടെ തന്ന വിജയ് ഭവയോടും അതിൻ്റെ സംഘാടകർ നൗഷാദിനോടും മറ്റുള്ളവരോടും MSMEയുടെ പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ കറക്റ്റായിട്ട് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4:10 തുടങ്ങിയിരിക്കുന്നത്. ആദ്യം എന്നോട് പറഞ്ഞിരുന്നു 1:30 മുതൽ 5:30 വരെയുള്ള സെഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ സ്ലൈഡ്സ് എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നില്ല. ആദ്യമായിട്ട് MSME എന്ന് പറയുന്നത് ഇതൊരു ചെറുകിട വ്യവസായ വകുപ്പിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയാണ്. ഇതിൻ്റെ ഓഫീസ് കേരളത്തിൽ തൃശ്ശൂരാണ്, കേരളത്തിൻ്റെ സെൻട്രലാണ്. നമുക്ക് കേരളത്തിലെ വ്യവസായ വകുപ്പുമായിട്ട്, ജില്ലാ വ്യവസായ വകുപ്പ് കേന്ദ്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഓരോ ജില്ലയിലെ മീറ്റിങ്ങുകളും ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഓഫീസേഴ്സേ ഉള്ളൂ നമുക്ക്. എങ്കിലും നമ്മളുടെ സ്കീമുകളെല്ലാം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SSI എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് SSI ആയിരുന്നു. SSIയും അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രി, ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് MSME ആക്ട് 2006 ശേഷമാണ് MSME മിനിസ്റ്റർ വന്നത്. അപ്പോൾ അതിനു മുമ്പ് മാനുഫാക്ചറിങ് സെക്ടറിലുള്ളവർക്ക് മാത്രമായിരുന്നു ഈ MSME അല്ലെങ്കിൽ ചെറുകിട SSI എന്ന് ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ MSME ആക്ട് 2006 ശേഷം സർവീസ് സെക്ടറിലുള്ളവർക്കും ഈ ഒരു രജിസ്ട്രേഷൻ ആവാം എന്നായി. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടറിനേക്കാൾ കൂടുതൽ ഒരു പ്രോഫിറ്റബിളായിട്ട് പോകുന്ന സർവീസാണ്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് ഓഫ് പീപ്പിൾസ് ആർ ഫ്രം സർവീസ് സെക്ടർ. ഐ തിങ്ക് സർവീസുകാരൊക്കെ ഒന്ന് കൈവക്കാവോ? ഓൾമോസ്റ്റ് ഹാഫ് ഈസ് ദർ ഐ തിങ്ക്. സോ സർവീസിലുള്ളവർക്കും MSMEയിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം തന്നെ ഈ MSMEയുടെ മലയാളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും പറയില്ല, സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം എന്നാണ്. അപ്പോൾ പേരൊക്കെ കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കൺസെപ്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. MSME സെക്ടർ കോൺട്രിബ്യൂട്ട്സ് 37.5% ഓഫ് GDP. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 37.5% വരെ കൊടുക്കുന്നത് MSME നിന്നാണ്. ഏകദേശം 8,000 ക്വാളിറ്റി പ്രോഡക്ട്സ്, കമ്പോണൻസ് അല്ല, കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളിൽ കൂടുതലുണ്ടാകും. കംപ്ലീറ്റഡ് പ്രോഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8,000 പ്രോഡക്ട്സ് ഉണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് 45% ഓഫ് ടോട്ടൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട്സ്. ദെൻ ഏകദേശം 40% ഇന്ത്യയിലെ ടോട്ടൽ ജോലിക്കാരുടെ 40% ഈ MSME സെക്ടറാണ് അവരെ തീറ്റിപ്പോറ്റുന്നത്. അതായത് അത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നൊരു സെക്ടറാണ്. പ്രൊവൈഡ്സ് 40% ഓഫ് എക്സ്പോർട്സ് ആൻഡ് ക്രിയേറ്റ്സ് 1.3 മില്യൺ ജോബ്സ് എവറി ഇയർ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സെക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് കേരളത്തിലെ ഒരു സിനാറിയോ ആണ്. നമ്മുടെ കൊച്ചു കേരളം അതുപോലെ തന്നെ ഈ ഒരു ഫിഗർസിലും വളരെ ചെറുതായിട്ട് തന്നെ നിൽക്കുന്നു. ഇനി നമ്മൾ എന്താണ് MSME എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ ആദ്യം നമ്മൾ ഉദ്യോഗാധാരം രജിസ്റ്റർ ചെയ്തവർ എത്രയെന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് കൈകളെ ഞാൻ കണ്ടുള്ളൂ. ചെയ്തവർ എത്ര പേരുണ്ടോ? ഒന്നുകൂടി കാണിക്കുമോ? ഓക്കെ. അപ്പോൾ MSMEയുടെ ഉദ്യോഗാധാര രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം MSME എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് രജിസ്ട്രേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് പുറകെ പറയുന്നുണ്ട്. ആദ്യം ബേസിക്കലി MSMEയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സർവീസ് സെക്ടർ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ലാൻഡോ ബിൽഡിങ്ങോ ഉൾപ്പെടുത്താതെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അത് അനുസരിച്ചിട്ടാണ് MSMEയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്: മൈക്രോ, സ്മാൾ, മീഡിയം എന്നുള്ളത്. അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി 25 ലക്ഷം വരെയാണെങ്കിൽ മൈക്രോ, 5 കോടി വരെ, 25 ലക്ഷത്തിന് മുകളിൽ 5 കോടി വരെയാണെങ്കിൽ സ്മാൾ, 5 കോടി മുതൽ 10 കോടി വരെയുള്ള മീഡിയം. എബോവ് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എബോവ് 10 കോടി ആയി കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് MSME ആ ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ വരും. ഇത് യഥാർത്ഥ സർവീസ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം, 2 കോടി, 5 കോടി എന്നുള്ളത്. അതായത് സർവീസ് സെക്ടറിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടാവുമോ? ഇല്ല. അവിടെ നമ്മുടെ ആ സർവീസ് സെക്ടറിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ
ഒരു എക്യുപ്മെൻറ്റ്സോ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ AC സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതാണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ അതിൻ്റെ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സോ മെഷീനറീസോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് നോക്കുന്നത്. ഒരിക്കലും ബിൽഡിങ്, ലാൻഡ് ഇതുപോലുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ ഇത് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മളുടെ ട്രേഡ് റിസീവബിൾ, നമ്മുടെ വിറ്റുവരവൊന്നും നമ്മൾ MSME സെറ്റിലാണോ എന്ന ക്രൈറ്റീരിയയിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു അമെൻമെൻറ്റ് വന്നിരുന്നു, ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. ആസ് ഓഫ് നൗ ഇതാണ് MSMEയുടെ ഒരു ക്രൈറ്റീരിയ. ഇതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്കാണ്. MSME സെക്ടറിന് പല വിധത്തിലുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടാതെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം ടേക്കൻ കെയർ ചെയ്തിട്ടാണ് യു ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ദീസ് MSMED Act. In that, industries are replaced by enterprises. So both the service as well as manufacturing can be incorporated in MSMEs. Then constitution of MSME board, simplification of registration procedure. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉദ്യോഗാധാറാണ്. നമുക്ക് ആരുടെ വീട്ടിൽ നിന്നല്ല, നമ്മുടെ മൊബൈലിൽ നിന്നോ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേക ഫീസോ അങ്ങനെ ഒന്നുമില്ല. പ്രോഗ്രസീവ് ക്രെഡിറ്റ് സപ്പോർട്ട് ആൻഡ് പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെൻറ്റ്സ്. ഈ ഒരു ഡിലേഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ചും ക്രെഡിറ്റ് സപ്പോർട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡെവലപ്മെൻറ്റ് കമ്മീഷണർ MSME എന്ന ഓഫീസിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. 30 സ്റ്റേറ്റുകളിലായിട്ട് 30 MSMED ഉണ്ട്. നമ്മുടെ തൃശ്ശൂരാണെന്ന് പറഞ്ഞല്ലോ കേരളത്തിൻ്റെ. അതേപോലെ ഓരോ സ്റ്റേറ്റുകളിലും ഉണ്ട്. സാധാരണ സ്റ്റേറ്റ് ക്യാപിറ്റൽ എവിടെയാണോ അവിടെയാണ് സാധാരണ MSMEയുടെ ഓഫീസ് ഉണ്ടാവുക. ഇവിടെ നമ്മളുടേത് ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റല്ല. അപ്പോൾ എൻ്റെ സെൻട്രൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് മറ്റ് ഓഫീസുകളുമായിട്ടുള്ള പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരാണ് MSMED ഉള്ളത്. അതുകൂടാതെ 4 മെട്രോകളിൽ MSME TC എന്ന് പറയുന്ന ടെസ്റ്റിംഗ് സെൻറ്ററുകളാണ്. ടെസ്റ്റിംഗ് സെൻറ്ററുകൾ പല പ്രോഡക്റ്റുകൾക്ക് MSME സെക്ടറിൽ പൊതുവെ ക്വാളിറ്റി പ്രോഡക്റ്റുകളൊക്കെ കുറവാൻ കാര്യം അവരുടെ ഇപ്പോൾ ഒരു വലിയൊരു MNC ഒക്കെ ആണെങ്കിൽ അവർ ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പുകൾ, ലാബുകൾ, ക്വാളിറ്റി ലാബുകൾ ഉണ്ടാകും. നമ്മളുടെ ഈ ചെറുകിട സ്ഥാപനം എന്ന് പറഞ്ഞാൽ എല്ലാവരും 1 man ഷോ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഇതിന് എല്ലാത്തിനുമുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള MSMEകളുടെ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഉള്ളൊരു സംരംഭമാണ് MSME ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്. 4 മെട്രോസുകളും ഉണ്ട്. അവിടെ പല ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സിനെ ടെസ്റ്റ് ചെയ്യാനും ISI പോലുള്ള അംഗീകാരങ്ങൾ എടുക്കുവാനുമുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മളുടെ ഇവിടെ അടുത്തുള്ളത് ചെന്നൈയിലാണ്. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ആൻഡ് ഡൽഹി, ഈ 4 സ്ഥലത്താണ് ഉള്ളത്. അവിടെയൊക്കെ MSMEയുടെ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 25% വരെ മറ്റ് MSME ഇല്ലാത്ത ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നതിന് ഫീസ് ഇളവുണ്ട്. പിന്നെ ഓട്ടോണമസ് ബോഡീസ് ഉണ്ട്. നമ്മളുടെ MSMEയുടെ കീഴിൽ 18 ടെക്നോളജി സെൻറ്റേഴ്സുകൾ വന്നിട്ടുണ്ട്. അത് വേൾഡ് ബാങ്കിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലൊരു ടെക്നോളജി സെൻറ്റർ അനുവദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള നമുക്കൊരു 15 ഏക്കർ ലാൻഡ് മിനിസ്ട്രി ഓഫ് MSMEക്ക് തന്നിട്ടുണ്ട്. ടെൽക്കിൻ്റെ ബാക്കിലായിട്ട്. ഇങ്കൽ ടവർക്ക് അറിയോ? അങ്കമാലി ഇങ്കൽ ടവറിൻ്റെ ബാക്കിലായിട്ട് ഒരു 15 ഏക്കർ ലാൻഡിൽ ഇപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ പ്രോജക്റ്റ് തീരണം. ആ രീതിയിലാണ് ടൈം ബൗണ്ട് മാനറിലാണ് കെട്ടിടം അതിൻ്റെ പണി പുരോഗമിക്കുന്നത്. ഏകദേശം 200 കോടിയുള്ള ഒരു പ്രോജക്റ്റാണത്. അത് എൻജിനീയറിംഗ് ബേസ്ഡ് ആണ്. അത് കുറേ മീറ്റിങ്ങുകളെല്ലാം നടത്തി ഇവിടെയുള്ള MSME യൂണിറ്റുകളൊക്കെ ആയിട്ട് നോക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എൻജിനീയറിംഗ് സെക്ടറിലാണ്. അപ്പോൾ എൻജിനീയറിംഗ് സെക്ടറുകളിൽ എല്ലാം ചെറുകിട യൂണിറ്റുകളാണ്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ VSSCO അതുപോലെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നമ്മുടെ ചെറുകിട യൂണിറ്റുകൾക്ക് എത്താൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ക്രിട്ടിക്കലായിട്ട്, അത്രയും പ്രിസൈസായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക്, ഇങ്ങനെ ചെറുകിട യൂണിറ്റുകൾക്ക് അതുപോലെ പ്രിസൈസായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഇതുപോലുള്ള ടെക്നോളജി സെൻറ്ററിൽ വന്ന് ചെയ്തിട്ട് അവർക്കും കൂടി ഇതുപോലുള്ള ഹൈ ക്വാളിറ്റിയുള്ള എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുവാനും എക്സ്പോർട്ടോ അല്ലെങ്കിൽ ഇതുപോലെ VSSCO അതുപോലുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യാനോ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജി സെൻറ്റർ വരുന്നത്. 5 ആക്സിസ് CNC മെഷീൻസ് മുതൽ അതിൻ്റെ എല്ലാവിധ ലേറ്റസ്റ്റ് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറികളാണ് അവിടെ വരാൻ പോകുന്നത്.
പിന്നെ നമ്മളുടെ ബ്രാഞ്ച് MSME DAs ഉണ്ട്, MSME TS ഉണ്ട്. ഈ MSME TS ആൻഡ് ബ്രാഞ്ച് MSME DAs എല്ലാം ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ചെറുകിട സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് MSME DA കോയമ്പത്തൂരുണ്ട്. കോയമ്പത്തൂർ ധാരാളം മോട്ടോഴ്സ്, ചെറിയ മോട്ടോർ, ഗ്രൈൻഡർ, പമ്പുകൾ ഉള്ള അതിൻ്റെ മാനുഫാക്ചേഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിങ്, ഇതിൻ്റെ BASന് വേണ്ടിയുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോയമ്പത്തൂരുള്ളത്. ഹൈദരാബാദിലാണെങ്കിൽ സീലിംഗ് ഫാൻസ് നിറയുണ്ട്. അപ്പോൾ സീലിംഗ് ഫാൻസിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെയുണ്ട്. അങ്ങനെ ഓരോ ലോക്കൽ ആയിട്ടുള്ള ആ ഇൻഡസ്ട്രി അസോസിയേഷൻ അവിടുത്തെ ചെറുകിട സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്രാഞ്ച് MSME DAs ഉള്ളത്. 28 MSME TAs 7 MSME ടെസ്റ്റിംഗ് സ്റ്റേഷൻസും ഉണ്ട്. ഇത് കേരളത്തിലെ ഓഫീസുകളാണ്. മെയിനായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ആണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഓഫീസ്. അതുകൂടാതെ തിരുവല്ലയും ഏറ്റുമാനൂരും 2 ഓഫീസുകളുണ്ട്. പിന്നെ ലക്ഷദ്വീപിൽ നമുക്കൊരു ന്യൂക്ലിയസ് സെല്ലുണ്ട്. ഇത് എനേബിൾ അക്രഡിറ്റഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടെസ്റ്റിംഗ് സെൻറ്റേഴ്സുകളാണ്. ഇത് നമ്മുടെ ടെക്നോളജി സെൻറ്റേഴ്സുകളാണ്. ഇന്ത്യയിലുള്ള 18 ടെക്നോളജി സെൻറ്റേഴ്സ് നമ്മുടെ ഇപ്പോൾ അങ്കമാലിയിൽ വരുന്നത് ഇതിന് അടുത്ത ബാച്ചാണ്. ഇതിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ട് ഫങ്ഷനിങ് ആയിട്ടുള്ള ടെക്നോളജി സെൻറ്റേഴ്സാണ്. ഈ ടെക്നോളജി സെൻറ്റേഴ്സ് എല്ലാം ഓരോ ഡിഫറെൻറ്റ് ഫീൽഡാണ്. ഇപ്പോൾ ടൂൾ റൂംസ് എല്ലാം തന്നെ എഞ്ചിനീയറിംഗ് സെക്ടറാണ്. ഇപ്പോൾ PPDC എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പ്രോസസ് ഡെവലപ്മെൻറ്റ്സ് ആണ്. അവർ നമ്മളുടെ കൺസൾട്ടൻസി സർവീസുകളാണ് കൂടുതൽ ചെയ്യുന്നത്. FFDC എന്ന് കൊടുത്തിട്ടുണ്ട്, ഫുഡ് സെക്ടറിലുള്ളവർക്കൊക്കെയുള്ള ട്രെയിനിങ്ങുകളും പിന്നെ ഫുഡ് ആൻഡ് ഫ്ലേവേഴ്സിൻ്റെ കോഴ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. CFT എന്ന് പറഞ്ഞാൽ ഫുഡ് വെയർ സെക്ടറിലാണ്, ആഗ്രയിലും ചെന്നൈയിലുമാണുള്ളത്. അങ്ങനെ ഓരോന്നും ഡിഫറെൻറ്റ് സെക്ടറിലുള്ളതാണ്. ടെക്നോളജി സെൻറ്റേഴ്സ് എന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ നോക്കാൻ പറ്റും ഡീറ്റെയിൽസ്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 200 കോടി എന്ന് പറഞ്ഞാൽ ലാൻഡ് തന്നെ 15 ഏക്കറുണ്ട്. അതിൻ്റെ ഒന്നും കൂടാതെ അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന് പറഞ്ഞാൽ 200 കോടിയുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫെസിലിറ്റേറ്റിംഗ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു മാനുഫാക്ചറിങ് ആൻഡ് ടെക്നോളജി, ഇംപ്രൂവിങ് ഫർദർ അവൈലബിലിറ്റി ആൻഡ് എംപ്ലോയബിലിറ്റി ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് പ്രൊവൈഡിങ് ബിസിനസ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്. ഇത് 3ആണ് ഇതിൻ്റെ ആവശ്യങ്ങൾ. അതായത് പറഞ്ഞു ഇപ്പോൾ ITI അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പഠിച്ച ആളുകൾക്ക് ദേ ആർ നോട്ട് സ്യൂട്ട് ഫോർ അവർ ഇൻഡസ്ട്രി. പ്രസൻറ്റ് ഇൻഡസ്ട്രിയിൽ നേരിട്ട് നമുക്ക് അവരെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി സെൻറ്റർ ഒന്നും ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇൻഡസ്ട്രീസ് മറ്റ് രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവരൊക്കെ ഒരു ഹാഫ് ഡേ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വർക്കിംഗ് ഇൻഡസ്ട്രീസിലാണ് അവർ പഠിക്കുന്ന കാലത്ത് തന്നെ പോകുന്നത്. നമ്മുടെ പിള്ളേർക്ക് ഇത് കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോഴും ഇവരെ ശരിക്കും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ITI ഡിപ്ലോമക്കാരെ പോലും നമുക്ക് ശരിക്കും എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ടെക്നോളജി സെൻറ്ററിൻ്റെ ഒരു കാര്യം. അവരെ സ്കിൽ ഇമ്പാർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രൊവൈഡിങ് ബിസിനസ് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസറി സർവീസ്. അവിടെ ഈ ടെക്നോളജി സെൻറ്റേഴ്സിൻ്റെ ഇപ്പോൾ നമ്മുടെ അങ്കമാലിയിൽ വരുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള വേദികൾ അറിഞ്ഞെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഡെവലപ്മെൻറ്റ്സ് നിങ്ങളുടേതായ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി സെൻറ്ററാണ് വരുന്നത്. ഇതുപോലെ 5 ആക്സിസ് വരെയുള്ള മെഷീൻസ് ഉണ്ടാവും. അവിടെ ഒരു ഇൻക്യുബേഷൻ ലൈക്ക് സെറ്റപ്പ് കൺസൾട്ടൻസി സർവീസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങളുടെ ഒരു മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയാൽ നിങ്ങൾക്ക് സക്സസ് ആകുമെന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു ഹ്യൂജ് ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ഹൈ പ്രിസൈസ് ആയിട്ടുള്ള മെഷീൻസ് വെച്ച് ഉണ്ടാക്കിയിട്ട് ഫൈനൽ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോട്ടോടൈപ്പ് നമ്മൾ യൂസേജ് ചാർജ് മാത്രം മുടക്കി അവിടെ ഉണ്ടാക്കി നോക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ട്രയൽ മാർക്കറ്റ് പൊസിഷനൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഓൺ ബിസിനസ് സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു പുതിയ ഇന്നോവേറ്റീവായുള്ള പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കുവാനോ അതുപോലെയുള്ള ഒരു പ്രോട്ടോടൈപ്പ് മാനുഫാക്ചറിങ് അതിനുള്ളൊരു സെറ്റപ്പും നമ്മുടെ ടെക്നോളജി സെൻറ്ററിലുണ്ടാവും. പിന്നെ ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്കൊരു ചെറിയ എക്സർസൈസ് ചെയ്യാം. എല്ലാവരുടെയും കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മൊബൈല് എത്ര പേര് MSMEയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്ര പേരുണ്ട്? മൈ MSME ആപ്പ് ഒന്ന് കൈപൊക്കാവോ? 1 2. അപ്പോൾ നമ്മളിത് തീരുമ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് സാറിന് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു സ്ട്രിഞ്ചൻറ്റ് ടൈം കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട്. എല്ലാവരും ആപ്പ് സ്റ്റോറിൽ നിന്ന് മൊബൈലൊന്ന് എടുക്കുമോ? ആപ്പ് സ്റ്റോറിലൊന്ന് ബുക്ക് ചെയ്യും, മൈ MSME എന്നൊന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. അതിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ആകട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഉദ്യോഗാധാർ എന്ന് പറഞ്ഞത്
നമ്മൾ MSMEയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നേരത്തെയൊക്കെ DICയിൽ പോകണമായിരുന്നു. നേരത്തെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മൊബൈലിൽ വെച്ചോ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാം. നോ ഫീ ഫോർ രജിസ്ട്രേഷൻ, യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഫീസ് മേടിക്കുന്ന ഒരു ഫ്രോഡ് സൈറ്റ് ഉണ്ട് നമുക്ക്. MSME.org ഉദ്യോഗാധാർ.org എന്നൊരു സൈറ്റുണ്ട്. ആരും അതിൽ പോരുത്. കാരണം അത് ഒരു 1450 രൂപ ഫീസ് അടക്കാൻ പറയും. ചെയ്യാൻ പോകുന്ന ആദ്യം ഉദ്യോഗാധാർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഗൂഗിളിൽ ഉദ്യോഗാധാർ.org ആണ്. അവർ പേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രോഡ് സൈറ്റാണ്. ആദ്യം തന്നെ എല്ലാവരും പോകും, ATM നിന്ന് പൈസയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളോട് കംപ്ലയിൻറ്റ് വരും. ഇത് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഇതുവരെ വന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻ്റൊക്കെ വരും. അത് ഫ്രോഡാണ്. ശരിക്കും നമ്മുടെ gov.in എന്ന സൈറ്റിൽ പോവുക, യാതൊരു ചിലവുകളുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഉദ്യോഗാധാർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദർ ഈസ് നോ രജിസ്ട്രേഷൻ ഫീ, രജിസ്റ്റർ ഓൺലൈൻ, സിംഗിൾ പേജ് രജിസ്ട്രേഷൻ, നോ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ആൻഡ് ഓൺലി സെൽഫ് ഡിക്ലറേഷൻ. ഇതിൻ്റെ ഒരു ഇനിഷ്യലി തന്നെ ചോദിക്കുന്ന ഒരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആധാർ ഉപയോഗിക്കാം. ഒരു പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവരുടെ ആധാർ നമ്പർ മൊബൈലുമായിട്ട് ലിങ്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു വൺ ടൈം പാസ്വേഡ് വരും. അതുകൊണ്ടെങ്കിൽ മാത്രമേ ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇല്ലാത്തൊരു പക്ഷം ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആധാർ മൊബൈലിനും ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. വേറെ പല ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനെല്ലാത്തിനും അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് സപ്പോർട്ട് ചെയ്ത് നമ്മളത് സ്കാൻ ചെയ്ത് അവർ പറയുന്ന ഒരു 40 KB അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്രസ്സ്, അതിൻ്റെ അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ, അതുപോലുള്ള കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവറിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ചെയ്യാത്തവർ പ്രത്യേകിച്ച് യാതൊരു ഫീസും ഇല്ല. ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളേ ഉള്ളൂ. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പുറകെ പറയുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഒഫേർഡ് ബൈ DC MSME. ഇത് ആദ്യമായിട്ട് പറയുന്നത് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്കീം ആൻഡ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. ഈ 3 ഇതാണ്. അതിൽ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി മനേഷ് കുറച്ചൊരു ബ്രീഫ് തന്നിരുന്നു. നമ്മുടെ ശ്രീ മനേഷ് ജെമ്മിൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. മിനിമം 25% ഷുഡ് ബി പ്രൊക്യൂർഡ് ഫ്രം MSI സെക്ടർ ഫോർ ഓൾ മിനിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ PSUs. അതായത് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ മിനിസ്ട്രികൾ, ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും മിനിമം 25% MSME സെക്ടറിൽ നിന്ന് വാങ്ങണം എന്നാണ്. ഇതിൻ്റെ ആ ഒരു സബ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 4% ഫ്രം SC/ST ഓൺഡ് MSMEs ആൻഡ് 3% ഫ്രം വുമൺ എൻ്റർപ്രണേഴ്സ്. അതായത് ടോട്ടൽ 25% എല്ലാ പബ്ലിസിറ്റീസും MSME നിന്ന് വാങ്ങണം. 25-ൽ 3 വുമൺ എൻ്റർപ്രൈസസിൽ നിന്ന് വാങ്ങണം. 4% SC/ST, അങ്ങനെ 18% ബാക്കി MSMEയിൽ നിന്ന്. ടോട്ടൽ 25%. ഇത് മാൻഡേറ്ററി ആണ്. ഇത് 2012 ഇത് വന്നത്. 2015 ഏപ്രിൽ മുതൽ ഇത് കമ്പൽസറിയാണ്. ഇത് മോണിറ്റർ ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് സൈറ്റുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്തോട്ട് വരുന്ന നമ്മളുടെ പല പബ്ലിസിറ്റേഴ്സും ഇപ്പോൾ ഇങ്ങോട്ട് വരും. നേരത്തേക്ക് ഒരു പബ്ലിസിറ്ററിൽ പോയി നമുക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ പാടാമായിരുന്നു. ഇപ്പോൾ ഇറ്റ് ഈസ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. സോ അവർക്ക് ഇത് മസ്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് ആളെ കിട്ടുന്നില്ല, MSME സെക്ടറിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് നമ്മുടെ ചോദിക്കാറുണ്ട്. നമ്മളുടെ ജില്ലയിൽ രജിസ്റ്റർ ഉദ്യോഗാധാർ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പുതിയ ഇതായിട്ട് തുടങ്ങാനുള്ളവർക്കും നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ MSME സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു കോളായിട്ട് നിങ്ങൾ എടുക്കുക അത്. അപ്പോൾ അതുപോലെ തന്നെ വുമൺ എൻ്റർപ്രണേഴ്സ് പല സെക്ടറിലും വുമൺ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 50% ഷെയർ. ഇപ്പോൾ 2 പേരുടെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഒരാൾ വുമൺ ആണെങ്കിലും അത് വുമൺ എൻ്റർപ്രണറായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ജസ്റ്റ് സ്റ്റേക്കിൽ വേണം. നേരത്തെയൊക്കെ ജസ്റ്റ് 2 പേരുണ്ടെങ്കിൽ ഒരാൾ മതിയായിരുന്നു. ഒരാൾക്ക് 99% മേ ബി 1 ഷെയർ ആയിരിക്കും. ആ പണി ഇപ്പോൾ പറ്റില്ല. അത് നേരത്തെ SC/ST കാറ്റഗറിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നിർത്തിയിട്ടുണ്ട്. മിനിമം സ്റ്റേക്ക് അതിൻ്റെ ടോട്ടൽ സ്റ്റേക്കിൻ്റെ 50% ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ വരികയുള്ളൂ. പിന്നെ മറ്റ് അഡ്വാൻറ്റേജസ് EMD എക്സംപ്ഷൻ ആൻഡ് പ്രൈസ് പ്രിഫറൻസ്. ഇതിൻ്റെ ഈ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി അനുസരിച്ച് ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ?
ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ EMD വേവർ ഉണ്ട്. അതുകൊണ്ട് പ്രൈസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു L1 ആയിട്ട് ഒരു MSMEയിൽ ഈ ഒരു ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ L1 ആവുന്ന ഒരു MSME സെക്ടറിലുള്ള ഒരാളല്ല എങ്കിൽ അയാൾക്ക് കൂടി ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ ഒരു വിത്തിൻ 15% ബാൻഡിലാണുള്ളത്. അതായത് ഒരു കോടിയുടെ ടെൻഡർ L1 1 കോടിയാണ് വിളിച്ചെങ്കിൽ MSMEക്കാരൻ 1,10,00,000 ആണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അതൊരു 15%-നുള്ളിലാണ് വരുന്നത്. അങ്ങനെയുള്ള MSME ആളോട് ഒരു നെഗോഷിയേഷൻ വിളിക്കും. ഇഫ് ഹീ ഈസ് റെഡി ടു സപ്ലൈ ദ ഐറ്റം ഫോർ 1 crore, അതായത് L1 പ്രൈസിൽ ഇവർ സപ്ലൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ മിനിമം 20% ഓർഡർ വിൽ ബി ഗിവൺ ടു ദം. അതാണ്, അതായത് നമുക്ക് ഇവൻ L1 ആയില്ലെങ്കിൽ തന്നെ മിനിമം സപ്ലൈ ഫ്രം MSME എന്നുള്ള ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് PPP ആണ്. ടെൻഡർ കോസ്റ്റ്, ടെൻഡർ ഫീ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫീസ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് MSMEക്കാരോട് വാങ്ങാറില്ല. Accepting MSME from paying EMD, adopting e-procurement to bring transparency in tendering process. പ്രിഫേർഡ് L1 + 15% ബാൻഡിലുള്ളവർക്ക് MSME മിനിമം 25% ഓർഡർ, അതിൻ്റെ സപ്ലൈ ഓർഡർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു 358 ഐറ്റംസ് ആർ റിസർവ്ഡ് ഫ്രം പ്രൊക്യൂർമെൻറ്റ് ഫ്രം MSME സെക്ടർ. ഒരു 358 ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ മേ ചേഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് MSMEയിൽ നിന്നുള്ള ഈ മിനിമം 25% പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. പിന്നെ ഇത് ആപ്ലിക്കബിൾ അല്ലാത്തത് ട്രേഡേഴ്സ് അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്കീമാണ് അടുത്തത്. MSME സെക്ടറിൽ സാധാരണ നമ്മൾ വ്യവസായങ്ങളൊക്കെ മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, അതായത് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ മൂലം മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കോസ്റ്റുമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറുകിട വ്യവസായിക്ക് പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം MSME എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ PMS സ്കീംസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മെയിനായിട്ട് വരുന്നത് എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇവിടെ നടന്ന ക്രിബായുടെ ഒരു റിന്യൂവബിൾ എനർജി എക്സിബിഷൻ നടന്നു. ആരെങ്കിലും പങ്കെടുത്തവരുണ്ടോ? ഇല്ല. അപ്പോൾ ആ എക്സിബിഷനിലെല്ലാം നമ്മൾ ഇതുപോലുള്ള സപ്പോർട്ടുകൾ MSMEകൾക്ക് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എന്താണെന്ന് നോക്കാം. അത് ക്ലാസ് ഓഫ് സിറ്റിയുടെ അനുസരിച്ച് മാക്സിമം സപ്പോർട്ട് 1.5 lakhs ഫോർ മെട്രോ, ക്ലാസ് ബി അതായത് ഇപ്പോൾ കൊച്ചിയിലെ ഒരു എക്സിബിഷൻ നടക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഒരു യൂണിറ്റിന് കൊടുക്കും. അതർ സിറ്റീസാണെങ്കിൽ 0.8 lakhs. അത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് അപ് ടു 80% ഓഫ് ദി സ്റ്റാൾ റെൻറ്റ്, ഫോർ SC ST ആൻഡ് വുമൺ എൻ്റർപ്രൈനേഴ്സ് ആണെങ്കിൽ 100%. അതായത് SC ST അല്ലെങ്കിൽ ഒരു വനിതാ സംരംഭകയാണെങ്കിൽ അവരൊരു സ്റ്റാൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ 100% സ്റ്റാൾ റെൻ്റ് അവർക്ക് കൊടുക്കും. അതുകൂടാതെ അഡീഷണലായിട്ട് ഒരു 25% കണ്ടിജൻസി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ചാർജ്, അതായത് നമ്മൾ ഇതുപോലെ ലോക്കൽ ട്രാൻസ്പോർട്ട് ട്രെയിനിലാണെങ്കിൽ അതിൻ്റെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലോറിയോ അതുപോലുള്ള സാധനങ്ങളാണ്, അതിൻ്റെ ബില്ലുകൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടിജൻസി എക്സ്പെൻഡിച്ചർ മാക്സിമം 25,000. അതുകൂടാതെ സ്റ്റാൾ റെൻറ്റ്, അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് റീഇംബേഴ്സ് കിട്ടും. അതായത് നിങ്ങളൊരു സ്റ്റാളുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു എക്സിബിഷൻ പങ്കെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഒന്നും മുടക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് നടത്തുന്ന എക്സിബിഷൻ മാത്രമാണെന്ന് നിർബന്ധമില്ല. മിനിമം ഏതെങ്കിലും ഒരു സെക്ടറിലുള്ള എക്സിബിഷൻ ആണെങ്കിൽ അതിൽ മിനിമം, അതായത് വ്യവസായ എക്സിബിഷൻ ആയിരിക്കണം. ഏതിൻ്റെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മിനിമം 10 MSME യൂണിറ്റുകളെങ്കിലും രജിസ്റ്റർ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഏത് ജില്ലയിലാണോ അവിടുത്തെ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജറും MSMEയും പിന്നെ ഇതിൻ്റെ ഓർഗനൈസേഴ്സുമായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവരിത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എലിജിബിളാണ്. MyMSME എന്ന് പറഞ്ഞ ആപ്പില്ലേ, അതുവഴിയാണ് റീഇംബേഴ്സ്മെൻറ്റ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. ഇപ്പോൾ PMS സ്കീമിൽ ഇതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്.
വളരെ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇവിടുത്തെ കൃപായുടെ ഈ എക്സിബിഷനിൽ ഏകദേശം ഒരു 40 ലക്ഷത്തോളം റീഇംബേഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പല യൂണിറ്റുകൾക്കായിട്ട്. അടുത്തത് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ MSMEs ഇൻ മോഡേൺ പാക്കേജിംഗ് ടെക്നിക്. പാക്കേജിങ്ങിന് എൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡഡ് സോപ്പോ അങ്ങനെ ഒരു സാധനങ്ങൾ നമ്മൾ കടയിലിരിക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും. ആ രീതിയിലുള്ളൊരു പാക്കേജിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ വേറെ ഒരു കാര്യം, പാക്കേജിങ് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ എസ്പെഷ്യലി ഫുഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ നിലവാരം നമുക്ക് അതല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പാലൊക്കെ വരുന്നുണ്ടില്ലേ, ടെട്രാ പാക്ക് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള പാക്കേജിങ് MSMEകൾക്ക് ഇപ്പോൾ ഇനിഷ്യൽ അവരുടെ പ്രോഡക്റ്റുമായിട്ട് പ്രോഡക്റ്റിന് അനുയോജ്യമായ പാക്കിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവരുടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കൺസൾട്ടൻസിൻ്റെയോ സപ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്കീം അവൈൽ ചെയ്യാം. അപ്പോൾ ഇതിനും 80 and 100% ഫോർ SC ST വുമൺ ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള ആളുകൾക്ക് 100% റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്. ബാക്കിയുള്ള ജനറൽ ആളുകൾക്ക് അപ് ടു 80% റീഇംബേഴ്സ്മെൻ്റ് ആണുള്ളത്. 2 രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. 1 lakh ഫോർ നോർമൽ പാക്കേജിങ് ആൻഡ് 1.5 lakh ഫോർ ഗ്രീൻ പാക്കേജിങ്. അതായത് നോർമൽ പാക്കേജിങ്ങിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള കൺസൾട്ടൻസി ചാർജ് കിട്ടും. ഗ്രീൻ ടൈപ്പ് അതായത് എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് ആണെങ്കിൽ അപ് ടു 1.5 lakhs വരെയുള്ള പാക്കേജിങ് സപ്പോർട്ട് കിട്ടും. ഡിസൈൻ അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഫുഡാണെന്ന് വെച്ചു, നമുക്ക് ഒരു പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കിയിട്ട് ആ പ്രോഡക്റ്റിന് പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ് സിസ്റ്റം അവർ ഡിസൈൻ ചെയ്ത് തരും. ആ ഒരു അത് എന്താണ് അതിന് വേണ്ടത് അതിന് വേണ്ടിയിട്ട് അതാണ് ആ കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എസ്പെഷ്യലി ഫുഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാക്കേജിങ്ങിന് ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പ്രത്യേകിച്ച് എക്സ്പോർട്ടോ ഒക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ. ഈ കൺസൾട്ടൻസി ചാർജായിട്ട് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡ് അവരുടെ കൺസൾട്ടൻസിയിൽ വരുന്നത് ശരിക്കും ഇനിഷ്യലായിട്ട് അതൊന്ന് ഏത് പാക്കേജിങ് ആണെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൊജക്റ്റ് പോലെ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചാർജാണുള്ളത്. പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെഷീനറി വല്ലതും വേണമെങ്കിൽ അത് നമുക്ക് മെഷീനറി സപ്പോർട്ടിൻ്റെ സ്കീമിൽ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ല ഈ ഒരു കൺസൾട്ടൻസി ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റ് വരെ നമ്മൾ ഇതിൽ കൊടുക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ മെഷീനറിയോ മറ്റ് സപ്പോർട്ടാണെങ്കിൽ മെഷീനറി സപ്പോർട്ടിന് വേണ്ടി ഇത് ശരിക്കും ഇതിന് ഏത് പാക്കേജിംഗ് ആണ് ഇതിന് പ്രോഡക്റ്റിന് സ്യൂട്ടബിൾ ആവുന്നുള്ളത് അത് ആ ഒരു ഇതാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ മെഷീനറിയോ അങ്ങനെ മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ സ്കീമുണ്ട്. കാരണം മെഷീനറി നിങ്ങൾ പറയുന്ന സിലിണ്ടറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കൺസൾട്ടൻസി ചാർജസ് ആണ് പറയുന്നത്. ഈ ജസ്റ്റ് ഇതിൻ്റെ അതായത് ഈ ഒരു മേഖലയിൽ നമ്മൾ ഈ ഒരു പാക്കേജിങ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുമായിട്ട് നമ്മളൊരു ചർച്ചകൾ നടത്തുകയോ ഇതൊക്കെ ചെയ്യണ്ടേ. ആ ഒരു ചാർജസ് മാത്രമാണ് ഇത്. അതിന് നമ്മുടെ ഒരു യൂണിറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ മെഷീനറിക്കൊക്കെ 1 ലക്ഷം കൊണ്ടൊന്നും ആവില്ലല്ലോ. ഇതെൻ്റെ കൺസൾട്ടൻസി ചാർജാണ് ഈ കൊടുക്കുന്നത് കേട്ടോ. അതിനൊരു മറ്റ് മെഷീനറി സപ്പോർട്ടിൻ്റെ സ്കീമുകളൊക്കെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിംഗ് ഹാറ്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കോടി വരെ ഇതുണ്ട്. പുതിയ മാർക്കറ്റിംഗ് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ പഞ്ചായത്തൊക്കെ അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവരുടെ ഓൺ ലാൻഡ് 50% പഞ്ചായത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ് അതിൻ്റെ 50% വരെ കൊടുക്കുന്നുണ്ട്. പഴയ ഓൾറെഡി ഉള്ള അതായത് ഈ മണ്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നോർത്തിലേക്കൊക്കെ ഇല്ലേ, അതുപോലുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകൾ ലോക്കലായിട്ടുള്ള മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞാൽ ഈ കലങ്ങൾ മൺപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കുറേ യൂണിറ്റുകളുണ്ടാകും. അപ്പോൾ അവർക്കൊരു ചന്തകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ DEC എറണാകുളം ഒരെണ്ണം പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അവർക്കൊരു DECയുടെ ഓഫീസ് തന്നെ ഉണ്ട്, അത് ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏതെങ്കിലും പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണല്ലോ വ്യവസായം മിനിമം ഇത്ര പേർക്ക് ജോലി എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ പഞ്ചായത്തുകൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവർ 50% ഫണ്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ MSME ഈസ് റെഡി ടു ഗിവ് ബാലൻസ് 50%.
ഇത് ഇൻറ്റേർണൽ കോപ്പറേഷൻ. ഇത് നമ്മൾ ഫോറിൻ എക്സിബിഷൻസ് എല്ലാം പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ റഷ്യയ്ക്ക് വിടുന്ന കേരളത്തിൽ നിന്ന് ഒരു ബാച്ച് ആൾക്കാരെ വിട്ടിരുന്നു. അവർ പോകുമ്പോൾ ടു ആൻഡ് ഫ്രോ എയർ ടിക്കറ്റ് അപ് ടു 1 lakh, അവിടെ സ്റ്റാൾ ഇടാനുള്ള 1.25 lakhs സ്റ്റാളിൻ്റെ റെൻറ്റ് ഇത്ര നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 25,000 വരെ ഫ്ലൈറ്റ് ചാർജസ് നമുക്ക് ഫോറിൻ എക്സിബിഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് നമ്മൾ വിട്ടിരുന്നത്. അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് പോകുന്ന 25,000 വരെ. അത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസൊക്കെ ആണെങ്കിൽ 37,500 വരെ അതും റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു MSME യൂണിറ്റുകൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്ക് എക്സ്പോർട്ടിംഗ് പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ റിലേറ്റഡ് എക്സിബിഷനിൽ പങ്കെടുക്കാനുള്ള ചാർജാണ്. ഇത് കംപ്ലീറ്റ് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ വിടുന്നെങ്കിൽ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് അഡ്വർടൈസ്മെൻറ്റ് ആ രാജ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. MSME എല്ലാം നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഒറിജിനൽ ബില്ല് വെച്ച് റീഇംബേഴ്സ് ചെയ്ത് തരും. അങ്ങനെ MSME തന്നെ ഓർഗനൈസ് ചെയ്യണമെന്നില്ല. MSME അപ്രൂവ്ഡ് എക്സിബിഷൻസ് ഉണ്ട്. MSMEയുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇത് കഴിഞ്ഞ വർഷം നമ്മളിവിടെ നിന്ന് വെച്ചാൽ ITPO എന്ന് പറയുന്ന ഓർഗനൈസേഷനായിരുന്നു ഇത് ചെയ്തിരുന്നത്. MSME ഫണ്ടിങ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയതല്ല, MSME സെക്ടറിലുള്ള ആൾക്കാരെയാണ് നമ്മളിവിടുന്ന് റഷ്യ എക്സിബിഷന് കൊണ്ടുപോയത്. അതുപോലെ പല എക്സിബിഷനും പല MSME DAകൾ ഓരോ സംസ്ഥാനങ്ങൾക്കുമാണ് കൊടുത്തത്. നമുക്ക് ഇവിടുന്ന് റഷ്യൻ മൾട്ടി പ്രോഡക്റ്റ് എക്സിബിഷനായിരുന്നു. മിനിമം 15 പേരുടെ ഒരു ഗ്രൂപ്പിനെയാണ് സാറിന് അയക്കാറുള്ളത്. അത് കൂടാതെ ഇതുപോലെയുള്ള അസോസിയേഷനുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇത് കാണാൻ പോകാനും പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എബ്രോഡിൽ നമുക്കിപ്പോൾ കുറേ പേര് ഇപ്പോൾ ജനറൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു. അപ്പോൾ ജനറൽ എഞ്ചിനീയറിംഗ് കൂടുതൽ ലേറ്റസ്റ്റ് ജർമ്മനി അതുപോലുള്ള സ്ഥലത്ത് മെഷീനറി എക്സ്പോ ഉണ്ട്. അവിടുത്തെ ലേറ്റസ്റ്റ് മെഷീനറി പോയി കണ്ടിട്ട് നമുക്ക് വാങ്ങാനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു അസോസിയേഷൻ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസോസിയേഷൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും മിനിമം 10-15 ആളുകൾക്കും പോകാനുള്ള ഒരു സ്കീമുണ്ട്. അവിടെയും ഈ റീഇംബേഴ്സ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ്. ടു ആൻഡ് ഫ്രോ എയർ ഫെയർ കിട്ടും. പിന്നെ അവിടെ പോകുമ്പോൾ ഒരു $150 പെർ ഡേ ഒരു TA ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻസ് MSMEയുടെ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടുതൽ ടേക്കേഴ്സ് എല്ലാം നോർത്തിൽ നിന്നാണ്. നമ്മളിവിടെയൊക്കെ ഇത് ആരും കേട്ടുകേൾവിയില്ല. ഈ കഴിഞ്ഞ വർഷമാണ് കുറേ വർഷം കൂടി ഇവിടുന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്. നമ്മുടെ അപ്രൂവ്ഡ് ആണെങ്കിൽ പോകാം. അപ്രൂവ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഒരു മോർ ദാൻ 15 ആളുകൾക്ക് താല്പര്യം, ഒരാളെ 2 പേരെ ആയിട്ടൊന്നും വിടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെലിഗേഷൻസ് ആണ്. ഓക്കെ, അവിടെ എന്തെങ്കിലും എക്സിബിഷൻ ഭാഗമായിട്ടാണോ പോകുന്നത്? ഓക്കെ, ഒരു നേരത്തെ അഡ്വാൻസ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്കൊന്ന് ഇൻഫർമേഷൻ തരൂ. അത് നമ്മളുടെ സ്കീമിൽ ഉൾപ്പെടുത്തി ഇതുപോലെ ഇത്ര മിനിമം തരുമ്പോൾ ഇത്ര ഉദ്യോഗാധാർ അനുസരിച്ച് വെച്ചിട്ട് ഇത്ര യൂണിറ്റുകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ഇൻ അവർ സ്കീം. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദറ്റ്. എല്ലാവരും ഉദ്യോഗാധാർ മസ്റ്റായിരിക്കും കേട്ടോ. നമ്മുടെ ഏതൊരു സ്കീമിനും ഉദ്യോഗാധാർ മസ്റ്റാണ്. അതെടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും കാണുന്നില്ല. ഫീസില്ല, യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഉദ്യോഗാധാർ മസ്റ്റാണ്. അത് മാത്രമല്ല, ഇതുപോലെ എബ്രോഡ് പോകുന്ന കേസുകളിലൊക്കെ ഈ ഉദ്യോഗാധാരം എടുത്തിട്ട് ഒരു 2 വർഷത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വേണം. കാരണം ഉദ്യോഗാധാരം ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടും. അതും എടുത്തിട്ട് നാളെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. മിനിമം ഒരു 2 years എങ്കിലും ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വേണം. ആ കമ്പനി ആയിരിക്കും ഉദ്യോഗാധാരം. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇന്ന് രാത്രി എടുക്കാം, നാളെ പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കമ്പനി നടന്നിരിക്കണം, അതിൽ ഇത്ര പേര് എംപ്ലോയി ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടായാൽ മതി. കൊളാറ്ററൽ ഫ്രീ ലോൺസ് ആണ്. കൊളാറ്ററൽ ഫ്രീ ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. ഈ CGTMSE എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും CGTMSE ഈ കവറിൽ ലോൺ എടുത്തിട്ടുണ്ടോ? എടുത്തവരപ്പോൾ 1-2 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 1 കോടി വരെ ആയിരുന്നു. ഇപ്പോൾ അത് 2 കോടി വരെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ചേഞ്ചസ് ഞാൻ പറയാം. നേരത്തെ ഈ CGTMSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളാറ്ററൽ ഫ്രീ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാങ്കുകൾ
ലോൺ കൊടുക്കുമ്പോൾ ശരിക്കും ഗവൺമെൻറ് ഒരു ട്രസ്റ്റ് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും കൊളാറ്ററൽ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകാർ ആർക്കും ഫ്രീ ആയിട്ടൊന്നും ലോൺ കൊടുക്കില്ല. അപ്പോൾ ആ ഫണ്ട് ആണ് ഗവൺമെൻറ്റാണ് ഈ ബാങ്കുകൾക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നത്. ആ സെക്യൂരിറ്റി എന്നുള്ളത് 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നേരത്തെ 50% എന്നുള്ളത് ഇപ്പോൾ 75% വരെയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതായത് അത് നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ CGTMSE കിട്ടാൻ പാടായിരുന്നു. അതായത് അവർ നോക്കും, കാരണം 1 കോടി നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഗവൺമെൻറ് 50 ലക്ഷത്തിന് സെക്യൂരിറ്റി കൊടുക്കും. 50 ലക്ഷം റിസ്ക് ഈസ് വിത്ത് ദാറ്റ് മാനേജർ. അപ്പോൾ അവർ നോക്കും 50 ലക്ഷമെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ധൈര്യമായിട്ട് കൊടുക്കും. അതും കിട്ടാത്ത കേസിലാണ് CGTMSE ഇവർ കൊടുക്കില്ല എന്ന് പറയുന്നത്. അതിപ്പോൾ 75% സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 1 കോടി സാറ് ലോൺ എടുക്കുകയാണെങ്കിൽ സാറ് 1 കോടി അടച്ചില്ലെങ്കിൽ ഗവൺമെൻറ് 75 ലക്ഷം അവർക്ക് കൊടുക്കും. പിന്നെ 25 ലക്ഷം ബാങ്കുകാർ നോക്കിയാൽ മതി. അപ്പം ബാങ്കിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CGTMSE കിട്ടാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. ഇല്ല ഇത് കൊടുക്കുന്നത് നല്ല ചോദ്യമാണ്. എല്ലാവർക്കും ലാൻഡാണ് വേണ്ടത്, എല്ലാവരും പോയാലും. എന്താ ഇല്ല, ലാൻഡ് മേടിക്കാനായിട്ട് ഈ ഒരു സ്കീം പറ്റില്ല. നമ്മൾക്ക് സാധാരണ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ നോൺ ഫണ്ട് ബേസ്ഡും ഫണ്ട് ബേസ്ഡും ആയിട്ടുള്ള റിക്വയർമെൻറ്റിന് എല്ലാം കൊടുക്കും. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലോ അതുപോലുള്ള കാര്യങ്ങൾക്ക് എല്ലാം കൊടുക്കും. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, എക്സ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ബാങ്ക് ഗ്യാരണ്ടി, അതിനൊക്കെ വേണം നമുക്ക് ഇത് ഉപയോഗിക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ, ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ലല്ലോ, എല്ലാം ബാങ്ക് വഴിയാണല്ലോ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ഇപ്പോൾ അലോയിങ് ലോൺസ് വിത്ത് പാർഷ്യൽ കൊളാട്രൽ സെക്യൂരിറ്റി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത് കൊളാട്രൽ ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ബാങ്ക് നിൽക്കുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇത് പാർഷ്യൽ കൊളാട്രൽ, ഇപ്പോൾ 1 കോടി എടുക്കുകയാണെങ്കിൽ സാറിന് 25 ലക്ഷം കൊടുക്കാറുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഗവൺമെൻറ് 75 കൊടുക്കുന്നുണ്ട്, 25 സാറും കൊടുത്തു, ബാങ്ക് ഈസ് സേഫ്. സോ അവർ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഇതാണ് CGTMSEയിൽ ഇപ്പോൾ റീസെൻറ്റ് വന്ന ചേഞ്ചസുകളാണിത്. പിന്നെ ഇതിന് താല്പര്യമുള്ളവർ CGTMSEയുടെ സൈറ്റിൽ പോയാൽ മതി, പറയാനാണ് കുറേ ഉണ്ട്. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഉള്ളവർ, ഉദ്യോഗാധറുള്ളവർ, ഇത് രണ്ടും ഉള്ളവർക്കുള്ളൊരു സ്കീമാണ്. അത് നവംബർ 2018 ശേഷം പുതിയതായിട്ട് ലോൺ എടുത്തവർ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോണ് എൻഹാൻസ് ചെയ്തവർ, അഡീഷണൽ ലോൺ എടുത്തവർ, ഇങ്ങനെയുള്ളവർക്കാണ് 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുന്നത്. ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത ഓൾറെഡി നമ്മൾ എക്സ്പോർട്ടിനോ ഏതെങ്കിലും ഒരു സ്കീമിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കിട്ടുന്നവർക്ക്, ചിലപ്പോൾ എക്സ്പോർട്ടിന് മുമ്പോ അല്ലെങ്കിൽ എക്സ്പോർട്ട് കഴിഞ്ഞൊക്കെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉള്ള സ്കീമുകളുണ്ട്. അത് ഓൾറെഡി ആ ഒരു സ്കീമിൽ ഇല്ലാത്തവർക്കെല്ലാം ഈ സ്കീം എലിജിബിൾ ആണ്. വേണ്ടത് അവിടെയും ഉദ്യോഗാധാർ എല്ലാവർക്കും വേണം. ഉദ്യോഗാധാർ ഇല്ലെങ്കിൽ പറ്റില്ല. അത് എടുക്കാത്ത എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഈ ഉദ്യോഗാധാരം എടുക്കാത്തവർ കുറേ പേരുണ്ടല്ലോ ഈ കൂടെയുള്ളത്. എല്ലാവരും തന്നെ ബിസിനസ് ചെയ്യുന്നവരാണ്. സർവീസുകാർക്കും ആപ്ലിക്കബിൾ ആണ്, മാനുഫാക്ചറിങ്ങുകാർക്കും ആപ്ലിക്കബിൾ ആണ്. എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ട് ഇത് എടുക്കാത്തത്? അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ? ഓക്കെ. അല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലായിട്ടുള്ള കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന സമയത്ത് ഇത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. അപ്പോൾ ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരും ഇത് രജിസ്റ്റർ ചെയ്യും. എന്താ 1 ടൈമാണ്, അതിന് കാലാവധി ഒന്നുമില്ല. ടെക്നോളജി അപ്ഗ്രഡേഷൻ സ്കീം എന്ന് പറഞ്ഞാണ്. ഇതിപ്പോൾ ഈ ടെക്നോളജിയിൽ പാക്കേജിങ്ങും എല്ലാം വരുന്നുണ്ട്. ടെക്നോളജി അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വരെയുള്ളൊരു പുതിയ മെഷീനറി വാങ്ങുവാനുള്ളൊരു സ്കീമാണ്. അതിൽ 15% സബ്സിഡി ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ഇത് ലീൻ ടെക്നിക്സ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സ്കീം MSME സെക്ടറിൽ വേസ്റ്റേജ് കുറച്ച് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള ഒരു സ്കീമാണ്. മാക്സിമം 36 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു ഗ്രാൻഡായിട്ട് കിട്ടുക. 20% നിങ്ങൾ എടുക്കേണ്ടി വരും. ബാക്കി 80% ഗവൺമെൻറ് സപ്പോർട്ടാണ്. സെറ്റ് സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ നമ്മളുടെ BAS ഉള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ട്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ISA ഉള്ളവരുണ്ട്, സാറിനുണ്ട്. അതുപോലെ ISO, നേരത്തെ ISOയ്ക്ക് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ISAയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടും നിർത്തിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണിത്. അപ്പോൾ ഇത് ഈ ഒരു സെഡ് സർട്ടിഫിക്കേഷനിൽ നമ്മൾ ക്വാളിറ്റി, പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സും ഒരു സ്റ്റാൻഡർഡൈസ് ആകും, നമ്മളുടെ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റും ഇമ്പ്രൂവ് ആകും. ആ രീതിയിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ MSMEയിൽ മൈക്രോ യൂണിറ്റുകൾക്ക് മാക്സിമം 80% വരെ അതിൻ്റെ സബ്സിഡി ഉണ്ട്. സ്മാൾ ആണെങ്കിൽ 60%, മീഡിയം ആണെങ്കിൽ 50%. അതാണ് അത്ര സബ്സിഡീസ് ആണ് ഈ ഒരു സ്കീം. ചോദിച്ചോളൂ. ISO റീഇംബേഴ്സ്മെൻ്റ് ഇല്ല, അത് നേരത്തെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ സെഡ് സ്കീമിനാണ് അത് കിട്ടുന്നത്. ഇത് നമുക്ക് ഈ രജിസ്ട്രേഷനെല്ലാം ഓൺലൈനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ട്സ് വേണമെങ്കിൽ നമുക്ക് കൺസൾട്ടൻസ് ഉണ്ട്. അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് ഡെസ്ക്ടോപ്പ് ഓഡിറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് ഒരു ഇൻസ്പെക്ഷൻ വരും. ആ സമയത്ത് സെഡിൻ്റെ ആൾക്കാർ തന്നെ സാധാരണ വരാറുള്ള പ്രൊഡക്ടിവിറ്റി കൗൺസിലോ QC ആണ് വരാറുള്ളത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അവർ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഓഡിറ്റ് അവർ വന്ന് ഓഡിറ്റ് ചെയ്തിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ തരുന്നത്. ബീഫ്മ നമ്മൾ കൊടുക്കുന്നില്ല, ഇല്ല. അടുത്ത ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR എന്ന് പറഞ്ഞാൽ നമ്മൾ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇതിനെല്ലാം നമ്മൾ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. 100% റീഇംബേഴ്സ്മെൻ്റ് ആണ്. ഒരാൾക്ക് പേറ്റൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലോ MSME യൂണിറ്റുകളുടെ പേരിൽ പേറ്റൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 100% റീഇംബേഴ്സ്മെൻറ്റ് 1 ലക്ഷം രൂപ വരെ കിട്ടും. ഇൻ്റർനാഷണൽ പേറ്റൻ്റ് ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ കിട്ടും. ട്രേഡ് മാർക്ക്, ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ വൈക്കത്തെന്ന് പറഞ്ഞാൽ അവർ ട്രേഡ് മാർക്ക് എടുത്തിട്ടുള്ളവരോ ഇനി എടുക്കാനുള്ളവരോ എടുത്തോളൂ. എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു 10,000 താഴെ ആയിരിക്കും ചാർജ് വരിക. അത് 100% റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്. അപ് ടു 10,000 താഴെ വരുള്ളൂ, എടുത്തവർക്കും കിട്ടും. ഇപ്പോഴാണ് ഈ റീസെൻ്റാണ് ട്രേഡ് മാർക്കിന് വന്നിരിക്കുന്നത്. ആ ഒരു ഡേറ്റ് ഉണ്ട്. എങ്കിലും 2 മാസത്തിനുള്ളിലൊക്കെയാണെങ്കിൽ കിട്ടും. ഇല്ല, അതിനു മുമ്പ് ഇല്ലായിരുന്നു. പക്ഷേ പേറ്റൻറ്റ് ഇതൊക്കെ കിട്ടും. ഇപ്പോൾ റീസെൻ്റാണ്. ഇപ്പോൾ എടുക്കാത്തവർ കുറേ പേരുണ്ട്. നമുക്ക് സർവീസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചോളൂ. കാരണം ഒരു സർവീസ് യൂണിറ്റുകൾ തന്നെ അവർക്ക് മറ്റ് ഇപ്പോൾ ബോട്ടിക്കാണ് ഒരാൾ തുടങ്ങി സക്സസ് ആയി കഴിഞ്ഞാൽ അതേ പേരിലൊക്കെ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ മാഡത്തിന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാഡത്തിന് ആ ട്രേഡ് മാർക്ക് വിറ്റ് തന്നെ നമുക്ക് നല്ലൊരു പൈസ കിട്ടും. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ സർവീസുകൾക്കും അതൊക്കെ ഒത്തിരി ഗുണമാണത്. കാരണം അതൊരു ബ്രാൻഡ് ആയി കഴിയുമ്പോൾ, ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ബ്രാൻഡ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഷർട്ട് വാങ്ങുന്ന പോലെയല്ല, ഒരു ലൂയിസ് ഫിലിപ്പിൻ്റെ ഒരു ബ്രാൻഡ് ആകുമ്പോൾ അതിന് വേണ്ടി നമ്മൾ 10 ടൈംസോ 100 ടൈംസോ കൊടുക്കാൻ റെഡിയാണ് ആളുകൾക്ക്. അപ്പോൾ എല്ലാ കേസും അതിന് പറഞ്ഞോളൂ. ഇല്ല, നേരത്തെ ഈ പേറ്റൻ്റ് എടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എടുത്ത യൂണിറ്റുകൾക്ക്, അതായത് യൂണിറ്റുകളുടെ പേരിൽ പേറ്റൻ്റ് എടുത്താൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് വന്ന ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഉദ്യോഗാർത്ഥികളെടുത്ത യൂണിറ്റുകൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ സാറാണ് പേറ്റൻ്റ് എടുത്തിരിക്കുന്നത്, സാറിൻ്റെ പേരിൽ ഒരു MSME യൂണിറ്റ് ഉണ്ടായിരുന്നാൽ മതി. എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, MSME യൂണിറ്റുകളുടെ പേരിൽ പേറ്റൻ്റ് എടുക്കാനും വ്യക്തികളുടെ പേരിൽ പേറ്റൻ്റ് എടുക്കാനും പേറ്റൻ്റ് ചാർജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ പേറ്റൻ്റ് എടുക്കാൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല. അപ്പോൾ കുറഞ്ഞ ചാർജ് വെച്ചാൽ ആൾക്കാർ വ്യക്തികളുടെ പേരിൽ എടുക്കും. പക്ഷേ ഈ കഴിഞ്ഞ റിവിഷന് മുമ്പ് വരെ അത് കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ആ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ആ ആൾക്കാരുടെ പേരിൽ ഒരു യൂണിറ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അത് കഴിഞ്ഞ് പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ എലിജിബിളാണ്. ദേ ആർ എലിജിബിൾ ഫോർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ദി സ്കീം. ട്രേഡ് മാർക്ക് പിന്നെ നമ്മൾ യൂണിറ്റിൻ്റെ പേരിലാണല്ലോ എടുക്കുന്നത്, വ്യക്തികളുടെ പേരിൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ട്രേഡ് മാർക്ക് യൂണിറ്റുകൾക്ക് കിട്ടും, അത് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കണം. ആ MyMSME ആപ്പില്ലേ, അതിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അത് ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഏതിൽ ഇപ്പോൾ വിനോദ് എന്ന് പറയുന്നൊരു സാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം അതായത് ഈ റീസെൻ്റ്, അതായത് ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി നിങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഫാഷൻസ് കിട്ടില്ല. അപ്പോൾ റീസെൻ്റ് ഒരു 2 months നവംബറിലാണ് ഈ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ആപ്പിലെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ആപ്പ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MSMEയിൽ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുക. ട്രേഡ് മാർക്ക് എടുത്ത ആളാണോ? ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. വിനോദ് എന്ന് പറഞ്ഞൊരു ഞാൻ നമ്പർ തരാം, പറഞ്ഞോളൂ. ആ ഇത് ട്രേഡ് മാർക്കിന് 2 കാര്യമാണ് വരിക. ഒന്ന്, നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിലേക്കാണ് ഫീസ് അടക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ ബില്ല് കൊടുക്കണം.
നമ്മൾ ചിലപ്പോൾ കൺസൾട്ടൻറ്റിനെ വെച്ചാൽ ചെയ്യണമെങ്കിൽ ഈ കൺസൾട്ടൻറ്റിന് എന്തെങ്കിലും സെപ്പറേറ്റ് ചാർജ് ഉണ്ടാകും. അല്ലെങ്കിൽ ശരിക്കും ഒരു 6000 രൂപ ആ റേഞ്ചിലൊക്കെ വരാറുള്ളൂ. 6000 to 10,000 ഉള്ളിൽ വരാറുള്ളൂ. അപ്പോൾ ഈ കൺസൾട്ടൻറ്റിൻ്റെ ചാർജസ് നിങ്ങൾക്ക് കിട്ടില്ല. ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ആ ചാർജാണ് കംപ്ലീറ്റ് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കാര്യത്തിനും ഇപ്പോൾ അറ്റസ്റ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല. എല്ലാം സെൽഫ് അറ്റസ്റ്റേഷൻ മതി. പക്ഷേ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും തരുന്നത്. കോപ്പി വെച്ചാൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടില്ല. ആ ഇല്ല, ഇപ്പോൾ ഒരു കാര്യത്തിന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ പറഞ്ഞു. ഇതിലുള്ള ബിസിനസ് ചെയ്യുന്നവർ ചെയ്യാത്തവർക്കും ഒക്കെ ചെയ്താലും ഈ സാധനം ഉദ്യോഗാധാർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് സാറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കോറിലേറ്റ് വിത്ത് അതർ ഡോക്യുമെൻറ്റ്സ് എന്നാണ്. അതിലൊന്ന് പറയുന്നത് താങ്കളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ്, പിന്നെ ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ചാർട്ടേഡ് അക്കൗണ്ട് സൈൻ ചെയ്യാതിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഈ ഉദ്യോഗാധാർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2 സാധനം ഉണ്ടാവുള്ളൂ. മറ്റത് ഉദ്യോഗാധാർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് മാത്രം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇത് ഈ സെഡിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഞാൻ ആ ഒരു MyMSME ഇപ്പോൾ പലർക്കും ഡൗൺലോഡായി കാണും അല്ലേ, ആദ്യം ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് നിങ്ങളുടെ മൊബൈലായിട്ട് വരുവാണ് MSME മൊത്തമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കീം വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. 2 മിനിറ്റ്സ് അത് പറയാം. ഡിസൈൻ ക്ലിനിക് സ്കീം, ഈ സ്കീം എല്ലാം തന്നെ നമ്മുടെ ആപ്പിലുള്ളതാണ്. ബിസിനസ് ഇൻക്യുബേഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. 15 ലക്ഷം വരെ നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് 15 ലക്ഷം വരെ ഗ്രാൻറ്റ് കിട്ടുന്നൊരു ഇതാണ്, ഒരു സ്കീമാണത്. എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെയാണ് സാധാരണ ഇൻക്യുബേഷൻ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ളത്. തൃശ്ശൂരുണ്ട്, നമ്മളുടെ NIT കാലിക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇൻക്യുബേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം വരെ ഗ്രാൻഡാണ്, ഒന്ന് തിരിച്ചടക്കണ്ട. അതുകൂടാതെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ഒരു ഇൻക്യുബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം കൂടി കിട്ടും, അതൊരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഗ്രാൻഡാണ് കേട്ടോ, ഒന്നും തിരിച്ചെടുക്കേണ്ടാത്ത ഇതാണ്. അത് സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് അവൈൽ ചെയ്യാവുന്ന ഒരു സ്കീമാണിത്. ഞാനൊരു 10 മിനിറ്റ് ചിലപ്പോൾ കൂടുതലെടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കീമാണ്, അതുകൂടി പറഞ്ഞോട്ടെ. ഇത് MSI ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമാണ്. നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കീമാണ്. നമ്മൾ പല സ്കീമുകളും പറഞ്ഞു, അപ്പോൾ ആരും എടുക്കുന്നില്ല. ഇതൊക്കെ പല സ്കീമുകളും പറയും ഞങ്ങളൊന്നും ഇതൊന്നും താല്പര്യമില്ല, ഇതൊക്കെ സ്കീമുകൾ ബുക്കിൽ മാത്രമാണ്, വീട്ടിൽ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും കാര്യമില്ല എന്ന് പറയുന്നവരാവും കുറച്ച് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ഇപ്പോൾ 700 പുതിയ ക്ലസ്റ്റർ തുടങ്ങുവാനാണ് MSME മിനിസ്ട്രി ഓഫ് MSME ഡെവലപ്മെൻറ്റ് കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് എത്ര ക്ലസ്റ്ററിൻ്റെ പ്രപ്പോസൽ ഉണ്ടെങ്കിലും റെഡിയായിട്ട് അത് ഫണ്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ എന്താണെന്ന് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്, ക്ലസ്റ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് ലൊക്കേറ്റഡ് വിത്തിൻ ആൻ ഐഡൻറ്റിഫയബിൾ and as far as practicable contiguous area or a value chain that goes beyond a geographical area and producing similar products, complementary products, services which can be linked together by a common physical infrastructure facilities that help them to address their common challenges. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാറ് വന്നിട്ടുണ്ട്, പ്ലൈവുഡിൻ്റെ ഒരു ക്ലസ്റ്ററിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിൽ തന്നെ തുടങ്ങിയാണ്. അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചൊവ്വൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ, അവിടെ കുറേ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ഉണ്ട്, ഫർണിച്ചേഴ്സ്. അപ്പോൾ അവർക്കെല്ലാം ചെറിയ ചെറിയ യൂണിറ്റുകൾ ലെയ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സെറ്റപ്പ്, അവർക്കെല്ലാവർക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാർവിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഇവിടെ മെഷീനറി ഇല്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ഒരു 14.5 കോടി ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിട്ട് 14.5 crore അതിൻ്റെ ഗ്രാൻഡ്. ആ ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ടൊരു കോമൺ ഫെസിലിറ്റി. അപ്പോൾ സാധാരണ കാലം ഇതൊക്കെ അവർ ചെയ്യും. ഇതുപോലുള്ള ഡിസൈനുകൾ, അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇതെല്ലാം അവിടെ കോമൺ ഫെസിലിറ്റി ചെയ്യും. അതുപോലെ ഏതൊരു സെക്ടറിലും മോർ ദാൻ ഒരു 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി, അങ്ങനെ മെഷീനറി, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റി, അങ്ങനെ കോമൺ ആയിട്ടുള്ള എന്ത് റിക്വയർമെൻ്റ് ആണെങ്കിലും ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കീം ഉപയോഗിച്ചിട്ട്. അത് 20 കോടി വരെ ഉള്ള പ്രോജക്റ്റുകൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് 20 കോടി വരെയാണെങ്കിൽ അതിൻ്റെ
സപ്പോർട്ടാണ് കൊടുക്കുന്നത്. 70%, അതായത് 14 കോടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആയിരിക്കും, 20% ഗവൺമെൻറ് ഓഫ് കേരള, ബാക്കി 10% ആയിരിക്കും ഈ പറയുന്ന MSME യൂണിറ്റുകാർ എടുക്കേണ്ടത്. മിനിമം 20 യൂണിറ്റ് കൂടി 10% എടുത്താൽ മതി. അതാണ് അതിൻ്റെ സ്കീം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ ഒത്തിരി ക്ലസ്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു പ്ലൈവുഡിൻ്റെ ഉണ്ട്, പവിഴം റൈസ് എന്നൊക്കെ പറഞ്ഞാൽ റൈസ് ബാൻ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റിഫൈനറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കൊല്ലത്തൊരു ഫർണിച്ചർ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ അപ്രൂവ് ആയി, മാർച്ചിൽ അത് കമ്മീഷൻ ചെയ്യും. കണ്ണൂരിൽ പ്ലൈവുഡ് ഫർണിച്ചർ ഇപ്പോൾ വർക്ക് മീൻസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ഒരു പ്രിൻറ്റിങ് ക്ലസ്റ്റർ ഉണ്ട്. ഇപ്പോൾ എറണാകുളത്ത് പ്രൊപ്പോസൽ ഉള്ളത് ഒരു പെയിൻറ്റ് ക്ലസ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ അതിന് പെയിൻറ്റ് മാത്രം ചെയ്യുന്ന കുറേ പേർക്ക് അവരുടെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് അവർ തന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഫുഡിന് വേണ്ടിയിട്ട് പാലായിൽ ഒരു പ്രോജക്റ്റ് വന്നു. പക്ഷേ അവർ തന്നെ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. അവസാനം ഗവൺമെൻറ് ഓഫ് കേരള അത് ഫൈനൽ സ്റ്റേജിൽ അത് റിജക്റ്റ് ചെയ്തു. ആ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വേറെ ബാക്കിയുള്ള ഈ ക്ലസ്റ്ററുകളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഇന്ന് കോമൺ ഫെസിലിറ്റി സെൻറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത്, 20 കോടി വരെ ഉള്ളത്. അത് പ്രോസസ്സിംഗ് സെൻറ്റർ, ഡിസൈൻ സെൻറ്റർ, ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്, പ്ലഗ് ആൻഡ് പ്ലേ പ്ലസ് ഫെസിലിറ്റീസ്. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ കുറേ IT കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവർക്കൊരു അതിനുമായിട്ട് ബന്ധപ്പെട്ട സെർവറുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റുകൾക്കും ഇപ്പോൾ ഷിഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും വന്ന് ആ സ്പേസ് യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. അതുപോലെ ഡിസൈൻ സെൻറ്റേഴ്സുകൾ, ഫർണിച്ചറുകൾക്കൊക്കെ ആണെങ്കിൽ അത് ഓരോ യൂണിറ്റുകൾക്കും വന്ന് യൂസ് ചെയ്യാവുന്ന ഫെസിലിറ്റി, അങ്ങനെയുള്ള ഫെസിലിറ്റി പറ്റും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കേട്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എസ്റ്റേറ്റിൽ നിന്നുണ്ടോ? ഏതെങ്കിലും എസ്റ്റേറ്റിൽ നിന്ന്? ഓക്കെ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ എടയാറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടി 10 കോടി രൂപ ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ളതാണ്. നിങ്ങളുടെ എസ്റ്റേറ്റുകളിൽ ഈ സ്കീം താല്പര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ അസോസിയേഷൻ ഉണ്ടാവുമല്ലോ, അസോസിയേഷൻ വഴി നമുക്ക് റിക്വസ്റ്റ് അയക്കാം. പിന്നെ ലാൻഡ് കുറവുള്ള ഇതുപോലെ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന IDEയുടെ വേറൊരു ഇതാണ് ഫ്ലാറ്റേഡ് ഫാക്ടറി കോംപ്ലക്സ്. അതായത് 15 കോടി വരെയുള്ള ഗ്രാൻഡാണ് അത് കിട്ടുക. അതായത് നമ്മളിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഇപ്പോൾ സ്ഥലങ്ങളില്ല, അപ്പോൾ വെർട്ടിക്കലായിട്ട് ഫ്ലാറ്റ് പോലെ കെട്ടിയിട്ട് അത് ഓരോ യൂണിറ്റുകൾക്ക് കൊടുക്കാവുന്ന ഒരു സ്കീമാണ്. ഇപ്പോൾ BPCLൻ്റെ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അവർ ഇത് പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അങ്ങനെ അതായത് സ്ഥലങ്ങൾ, അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള കൊച്ചി പോലുള്ള സ്ഥലത്തൊക്കെ കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റ് പോലെ കെട്ടിയിട്ട് ഇതുപോലെ MSMEകാർക്ക് കൊടുക്കാനുള്ള ഒരു സ്കീമാണിത്. ഇതെല്ലാം അസോസിയേഷനുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾക്കോ ആണ് സാറിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ മാർക്കറ്റിംഗ് ഹബ്ബുകൾ, ഇതുപോലുള്ള അസോസിയേഷനുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഇതാണ് 10 കോടി വരെ. അവിടെയും അതിൽ 4 കോടി മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാനും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് 10 കോടി വരെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. തിമാറ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമുക്ക് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും അതുപോലെ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി മറ്റ് സ്കീമുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്കീമുകളെല്ലാം നമ്മളുടെ ഓരോന്നിൻ്റെ ഡീറ്റെയിലാണ്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ ട്രെയിനിങ് സ്കീമുകളാണ്. ഇത് കൂടാതെ നമുക്ക് MSME സമാധാൻ, ഡിലേയ്ഡ് പേയ്മെൻറ്റ് മോണിറ്ററിങ്, അതിൽ തന്നെ പറഞ്ഞു MSMEക്ക് ഗവൺമെൻറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 45 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാനുള്ളൊരു സൈറ്റാണ് MSME സമാധാൻ. പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി, ഓരോ MSME ഇത് ഓരോ പബ്ലിസിറ്റേഴ്സും എത്ര ടോട്ടൽ പ്രൊക്യൂർ ചെയ്തു, എത്ര ശതമാനം MSME അത് വനിതകളുടെ വനിതാ സംരംഭകരിൽ നിന്ന് എത്ര ശതമാനം വാങ്ങി, അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഈ ഒരു പോർട്ടലിൽ നിന്ന് കിട്ടും. MSME സമ്പർക്ക്, ഞാൻ ഓൾറെഡി ടെക്നോളജി സെൻറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ടെക്നോളജി സെൻറ്റേഴ്സിൽ നിന്ന് ഓരോ ഫീൽഡിലും ഓരോ സബ്ജക്റ്റിലും എക്സ്പെർട്ടൈസ് ചെയ്ത് ട്രെയിനീസുകളുടെ ഒരു ലിസ്റ്റ് ഷെയർ ചെയ്യുന്നൊരു സൈറ്റാണ്. നമുക്കൊരു ഫുഡിൻ്റെ
ഒരു യൂണിറ്റ് തുടങ്ങുന്നു. ഫുഡിലൊന്നും ഇവിടെ ട്രെയിനിങ് ഇല്ല. അപ്പോൾ FFDC കനൂജ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിറങ്ങിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുവണ എംപ്ലോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഇപ്പോൾ ഒരു ഫുഡ് വെയർ ഇൻഡസ്ട്രി ആണെങ്കിൽ CFTAയുടെ ട്രെയിനീസിൻ്റെ ലിസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ട്രെയിനീസുകളുടെ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു, അതായത് സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ മൈ MSME. എല്ലാവർക്കും ഡൗൺലോഡായോ? അതിൽ ആ ഉദ്യോഗാധാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതാണ്, അതാണ് ഉദ്യോഗാധാർ ചെയ്യാനുള്ള ലിങ്ക്. അതിൽ പോയി കഴിഞ്ഞാൽ ഫർദർ ഞാൻ പറഞ്ഞ നമ്മുടെ മൊബൈൽ നമ്പർ, മൊബൈൽ ലിങ്ക്ഡ് ആധാർ നമ്പർ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫർദറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു 19 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് സീറോ ഡിഫക്റ്റ് സീറോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം പറഞ്ഞു. നമ്മുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡൈസ്ഡ് സ്കീമാണ്. MSMEക്ക് 80, മൈക്രോയ്ക്ക് 80, സ്മാളിന് 60 ആൻഡ് മീഡിയത്തിന് 50% സബ്സിഡി ഉണ്ട് ആ സ്കീമിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അതിൽ പോയാൽ കിട്ടും. ഡിസൈൻ ക്ലിനിക് സ്കീം ഞാനിവിടെ പറഞ്ഞില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഓരോ ഐക്കണിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്കീമുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ ഫർദറായിട്ട് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമാണ്, അതിനെക്കുറിച്ച് ഫർദർ അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. ഡാറ്റാ ബാങ്ക്, നിങ്ങളുടെ ഗ്രീവൻസ് മോണിറ്ററിങ്, നാഷണൽ അവാർഡ്സ് ഉണ്ട്. MSME എല്ലാ വർഷവും അവാർഡുകൾ കൊടുക്കുന്നുണ്ട് പല സെക്ടറിലാണ്. ട്രെഡ്സ് എന്നൊരു സ്കീമും ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിലിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ പേര് സുരേഷ് ബാബു. നമ്പർ വേണേൽ നോട്ട് ചെയ്തോളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ എടുക്കില്ല, ബാക്കിയുള്ള സമയത്ത് എടുക്കാം. 9496078403. ഇതൊരു ഇൻ്ററാക്ഷൻ്റെ തുടക്കം മാത്രമാണ്. അത് വിജയഭവായിട്ട് അസോസിയേറ്റ് ചെയ്തതിൽ MSMEക്ക് അതിയായ ഒരു സന്തോഷം, MSME DEക്ക് അതിയായ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറായിട്ടുള്ള ഇതൊരു തുടക്കം മാത്രം. പറഞ്ഞില്ലേ, പലർക്കും പല സ്കീമുകളായിരിക്കും, പല ആവശ്യങ്ങളായിരിക്കും ഉള്ളത്. ഏതൊരു ആവശ്യങ്ങൾക്കും നമ്മുടെ ഓഫീസുമായിട്ട് ഒരു മെയിൽ ID ഒരു മെയിൽ അയക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അതിനൊരു ഇതുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. താങ്ക് യു ഓൾ.